നമസ്കാരം. മനുസ്വാരസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റിസ്റ്റായിട്ട് ദിണ്ടിഗൽ, മധുര എല്ലാം പോവുകയാണ്. ഒരു ടു ആൻഡ് ഫ്രോ ഒരു 600 കിലോമീറ്റേഴ്സ് അപ്പുറമുണ്ട്. ഇപ്പം 110 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ചാർജിങ് സ്റ്റേഷൻ എങ്ങനെയാണെന്ന് അപ്ഡേറ്റ് ചെയ്യാം. ചെറിയ പ്ലാനിങ് ഒക്കെ ഉള്ളൂ, വലിയ പ്ലാനിങ് ഇല്ല. ടയർ പ്രഷർ 28 കാണിക്കുന്നത്. ടയർ പ്രഷർ 30 ആക്കണം. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രോട്ടോണിക്സിൻ്റെ ഒരു ടയർ പ്രഷർ മേടിച്ചാണ്. പ്രോട്ടോണിക്സിൻ്റെ നമ്മൾ ലോങ്ങൊക്കെ പോകാനുള്ളതൊക്കെ നല്ലതാണ്. ഇത് വെച്ചിട്ടാണ് ടയർ പ്രഷർ സെറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എളുപ്പമാണ്. പിന്നെ നമ്മൾ ലഗേജെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലഗേജും കാര്യങ്ങളെല്ലാം സെറ്റായി. 2 ദിവസം ട്രിപ്പാണ്. അന്നേരം ഇവിയും കൊണ്ട് നമ്മൾ ലോങ് പോകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ടയർ കാറ്റ് ഇത് വെച്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഓണാക്കുക. ഇതിപ്പോൾ ഓണായി. ഇപ്പോൾ ഇത് 30 തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നു. നമ്മളിത് ഊരുക. 30 ഫ്രണ്ടിൽ കാണുന്നത്. ഇതിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, 30 PSI. നമ്മളിത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. നമ്മൾ കണക്ട് ശരിയായിട്ടില്ല, കാറ്റ് പിന്നെയും പോകുന്നത്. കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇവിടെ ഒരു ലഗേജ് കയറിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും ലഗേജ് കയറിയിട്ടുണ്ട്. കോട്ടുണ്ട്, നമ്മുടെ ഗ്ലാസ് ഉണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ കാറ്റെല്ലാം അടിച്ചിട്ട്, പക്ഷേ ഇപ്പോഴും ചിലപ്പോൾ കണ്ടോ, അത് ചിലപ്പോൾ ഓടി തുടങ്ങുമ്പോഴേ ടയർ പ്രഷർ കറക്റ്റായിട്ട് കാണിക്കത്തുള്ളൂ. ടയർ പ്രഷർ ഇപ്പം നോക്കിയാൽ 25 കാണിക്കുന്നത്. പക്ഷെ അത് ഓടി തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതൊക്കെയെല്ലാം ഓണാക്കിയിട്ടേക്കുക. ഇത് നെക്സ്റ്റ് ചാർജിങ് സെൻറ്റർ ഞാൻ പോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ബാക്കി വീഡിയോസ് പറയുന്നത് നമ്മളെടുത്തിട്ട് ഇടുന്നതായിരിക്കും. സെൻറ്ററിൻ്റെ പേരെന്തോ? ഫസ്റ്റ് ചാർജിങ് സെൻറ്ററിൻ്റെ പേരെന്തോ? സ്ഥലം ഏതോ? എരുമേലിക്ക് അടുത്തല്ലേ? നമ്മളിപ്പോൾ എരുമേലിക്ക് അടുത്താണ് ഫസ്റ്റ് ചാർജിങ് സെൻറ്റർ നോക്കുന്നത്. ഇതിൻ്റെ അത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ടയർ പ്രഷർ വീട്ടിൽ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഇതേണ്ട ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ക്രീനിൽ ഫ്രണ്ട് 25 ഇപ്പോഴും കാണിക്കുന്നത് റെഡിൽ. പക്ഷേ ഞാൻ നമ്മുടെ ടയർ കാറ്റ് ചെക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പം കറക്റ്റാണ് 30 ഉണ്ട്. ഇതാണ് ഈ TPMS എന്ന് അതിന് പറയുന്നത്, ഈ സിസ്റ്റത്തിന്. ഇത് നമ്മൾ സെപ്പറേറ്റ് 1200 സംതിങ് കൊടുത്ത് പിന്നെ ഒരു 200 രൂപ 300 രൂപ നമ്മൾ സർവീസ് സെൻറ്ററിലും കൊടുത്തിട്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടയർ പ്രഷർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അതിനുള്ള പ്രയോജനം നമുക്ക് ഇതിന് കിട്ടുന്നില്ല. ഇത് അവിടെ പറയുമ്പോൾ കാലിബ്രേഷൻ ചെയ്തുമ്പോൾ ശരിയാവുമെന്ന് പറയും. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന നമുക്ക് അതുകൊണ്ട് എന്താ ഗുണം? ഇപ്പോഴും റെഡ് 25 തന്നെ കാണിക്കുന്നത്. ഇനി പോകുന്ന വഴിക്ക് എങ്ങാനും മാറുമോ ഇല്ലയോ എന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ പോകുന്നൊരു സ്പീഡെന്ന് വെച്ചാൽ 40-45 എക്കോ മോഡിലാണ് പോകുന്നത്. എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടേണ്ടതുകൊണ്ട് എക്കോ മോഡിലാണ് പോകുന്നത്. എക്കോ മോഡിൽ പോയാലേ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ മാവേലിക്കര ആയതേ ഉള്ളൂ. ഇവിടുന്ന് ഇനി 47.3 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ചാർജിങ് സെൻറ്ററിലോട്ട്. അന്നേരം ഫസ്റ്റ് നമ്മൾ ഇനിയിപ്പം 46.9 കിലോമീറ്ററാണ് നെക്സ്റ്റ് ചാർജിങ് സെൻറ്ററിൽ കാണിക്കുന്നത്. പക്ഷേ
1 മണിക്കൂർ 13 മിനിറ്റാണ് ഇനി അവിടെ എത്താനായിരുന്നത്. പക്ഷേ നമ്മൾ പോകുന്ന സ്പീഡിൽ ഇച്ചിരി സമയം കൂടുതലെടുക്കും. നമ്മൾ ഇതും കൊണ്ട് ലോങ് ഒക്കെ പോകുമ്പോൾ ഉള്ള മെയിൻ ഇഷ്യൂ നമ്മൾ ക്ഷമ നല്ലപോലെ വേണം. നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പിന്നെ ടയർഡ്നെസ് ഇല്ല എന്ന് വെച്ചാൽ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ല, സ്മൂത്തോ അതെല്ലാം ഓക്കെയാണ്. പക്ഷെ നല്ല ക്ഷമ വേണം. നമ്മളിപ്പോൾ സിപ്പിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന റേഞ്ച് കിട്ടത്തില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഓടിക്കുന്നതിൻ്റെ സുഖം കാരണം നമ്മൾ കൈ കൊടുത്ത് കയറി പോകും. അന്നേരം പെട്ടെന്ന് റേഞ്ച് കുറയും. സിപ്പിലിട്ടാണെങ്കിലും പലർക്കും പല അനുഭവമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം ഒത്തിരി ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റുകൾക്കൊക്കെ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ സിപ്പിലിട്ട് പോകുമ്പോഴേ നമുക്ക് അത്ര റേഞ്ച് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ 50 കിലോമീറ്റർ ഇവിടുന്ന് ഇപ്പോൾ ഇനി അടുത്ത ചാർജിങ് സെൻറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേനിയാണ് നെക്സ്റ്റ് ചാർജിങ് സെൻറ്റർ വരുന്നത്. അത് തേനിയല്ല, സോറി, അതിന് മുമ്പേ വാഗമൺ ഒരു ചാർജിങ് സെൻറ്റർ ഉണ്ട്. വാഗമണ്ണ് ചെയ്യണം, പിന്നെ തേനി ചെയ്യണം. തേനിന്ന് പിന്നെ മധുരൈ. നമ്മൾ തിരിച്ച് വരുമ്പോൾ ഉദ്ദേശിക്കുന്ന മധുരൈ ടു ഡിണ്ടിഗൽ, ഡിണ്ടിഗലിൽ നിന്ന് തിരിച്ച് തേനിയിൽ നിന്ന് തിരിച്ച് നമ്മൾ ഈ പോയ റൂട്ട് തിരിച്ചു വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എവിടെയെങ്കിലും പെടുവോ, അതൊക്കെ നമ്മൾ പോകുന്ന വഴി പറയാം. പിന്നെ ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മൾ ഇപ്പം പോകുന്ന സ്പീഡെന്ന് വെച്ചാൽ ഒരു 46-45 സ്പീഡിലാണ്. എന്നാലും പല ആൾക്കാർ നമ്മുടെ മുമ്പിൽ കൂടെ സ്പീഡിൽ കയറി പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇഴഞ്ഞാൽ പോകുന്നത്. പക്ഷേ അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. ചിലപ്പോൾ ഇനി ഒരു 5 വർഷം 6 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോൾ പുതിയ ടെക്നോളജീസൊക്കെ വരും. 5 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. അന്നേരം എന്താ പറയുക, ഇതിലും കൂടുതൽ കിലോമീറ്റർ കിട്ടും. അന്നേരം നമുക്ക് സ്പീഡിലൊക്കെ ഇലക്ട്രിക്കായി പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അപ്പെക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി വൈഫിന് വേണ്ടതുകൊണ്ട് അപ്പെക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വേറെ നോക്കിയിട്ടൊന്നും. പലരും പല വണ്ടികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലരും സിമ്പിൾ വണ്ണിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ വണ്ണിനെ ഞാൻ കുറേ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ ഈ പുറയിൽ നമ്മുടെ ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. വൈഫ് പുറയിൽ റെക്കോർഡ് ചെയ്യാം, മൈക്ക് കുത്തിയേക്കുക. ക്ലിയർ ഉണ്ടോ എന്ന് വണ്ടി നിർത്തി കേട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പെക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പലരും പറഞ്ഞു സിമ്പിൾ വണ്ണിൻ്റെ കാര്യം പറഞ്ഞു. സിമ്പിൾ വൺ ഞാൻ ഉപയോഗിച്ച ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം സർവീസ് നമ്മൾ മറ്റേതിനാണ് വേസ്റ്റ്, സർവീസ് പോരാ എന്നാണ് പറയുന്നത്. പിന്നെ സർവീസ് സെൻറ്ററും കുറവാണ്. ഈതറാണെങ്കിൽ ഇപ്പം നമ്മളവിടെ തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തൊട്ട് നമ്മുടെ കുറേ ഏരിയാസിലുണ്ട്. പക്ഷേ സിമ്പിൾ വണ്ടിൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ കഴിഞ്ഞ ആലപ്പുഴയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഒരു 50 കിലോമീറ്ററിന് മണ്ടയ്ക്കുണ്ട്. അന്നേരം നമുക്കത് പറ്റത്തില്ല. നമുക്ക് എപ്പോഴും എവിടെയും സർവീസ് സെൻറ്റർ ഉള്ളതാണ് വേണ്ടത്. പിന്നെ അതുപോലെ ചാർജിങ് ഞാൻ മെയിനായിട്ടൊരു വണ്ടി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ് കൂടെ പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നേരത്തെ ബുള്ളറ്റ് പോയിക്കൊണ്ടിരുന്ന, പക്ഷേ ബുള്ളറ്റ് നമ്മൾ വിറ്റു. ആ ബുള്ളറ്റിലാണ് ലോങ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ ലോങ് പോകണമെന്നാണ് ആഗ്രഹം. അന്നേരം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത. എവിടെയെങ്കിലുമൊക്കെ ഗ്രിഡ് കിട്ടും, അല്ല അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ സിമ്പിൾ വണ്ണിൻ്റെ ചാർജിങ്ങിൻ്റെ ഗ്രിഡ്സ് ഇപ്പോഴും പ്രശ്നമാണ്. ബോൾട്ട് എർത്ത് ഇപ്പോൾ എല്ലായിടത്തും ഇല്ല. ബോൾട്ടുമായിട്ട് ടൈപ്പ് ഉണ്ട്, പക്ഷേ അത് എല്ലായിടത്തും ഇല്ല. പിന്നെ അൾട്രാവയലറ്റ് ഭയങ്കര വിഷയങ്ങൾ പലതും പറഞ്ഞു. അതിൻ്റെ വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. നമ്മൾ ഈ റൈഡിന് വേണ്ടി പ്ലാൻ ചെയ്യായതുകൊണ്ട് മറ്റേ ഒന്നും വീഡിയോസ് എടുക്കാനുള്ള ടൈം കിട്ടാറില്ല. നമ്മൾ ജോലി ഇതും എല്ലാം കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അതിന് സപ്പോർട്ട് വേണം. എല്ലാവരുടെയും സപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനുള്ളൊരു സന്തോഷം തോന്നുള്ളൂ. നല്ല വെയിലുണ്ട്. പക്ഷേ നമ്മൾ പലരും പറയും വെയിലത്ത് വട്ടാണോ ഇത്രയും വെയിലത്ത് ഇതിനൊക്കെ പോകാൻ. പക്ഷെ നമുക്ക് റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു സുഖം അറിയത്തുള്ളൂ. നമ്മൾ കാറിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സന്തോഷം, ഈ ഒരു സുഖം റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കിട്ടത്തില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ചാർജിങ് സെൻറ്ററിൽ ചെന്നിട്ട് എങ്ങനെ ചാർജ് ചെയ്ത് എത്ര മണിക്കൂറെടുത്തു ചാർജിങ്ങിൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു ചാർജിങ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെൻ്റെ ആണെങ്കിൽ പോലും ആക്റ്റീവായിട്ട് കാണിക്കും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് അത് വർക്കിംഗ് അല്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ചാർജിങ് സെൻറ്റർ അത്രയും ദൂരെയൊക്കെയാണ്. നമ്മളഥവാ വേറെ ഇപ്പം ട്രിവാൻഡ്രം, എറണാകുളം, അല്ല തൃശ്ശൂർ, അങ്ങനെയൊക്കെ വലിയ വലിയ സിറ്റീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിടത്ത് തന്നെ 5-6 ചാർജിങ് സെൻറ്റർ കാണും.
അല്ല അങ്ങനെയുള്ളപ്പം പ്രശ്നമില്ല. അല്ലാതെ വരുമ്പം നമുക്കിതൊക്കെ ഒരു വിഷയമായിട്ട് വരും. എന്തായാലും അടുത്ത ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കട്ട് ചെയ്യും. നമ്മൾ EV ആയിട്ട് ലോങ് റൈഡ് പോകുമ്പോൾ മെയിൻ പ്രശ്നം ഇതിൽ 80% ചാർജ് ആകും. അത് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആകും. അതാണ് വരുന്നത് പ്രശ്നം. പിന്നെ അടുത്ത ചാർജിങ് സെക്ഷൻ അതുകൊണ്ട് 44 കിലോമീറ്റർ പിന്നെയും ചാർജ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കടന്നേക്കുവാണ്. വണ്ടി ഞാൻ അവിടെ ഓടിക്കാൻ കൊടുത്തു. ഓടിച്ച് വലിയ പരിചയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ല നമ്മൾ ഓടിക്കാൻ പഠിക്കുന്നത്. എന്താണേലും അത് സിപ്പിലാണ് പോകുന്നത്, എക്കോയിലാണ് പോകുന്നത്. എക്കോയിൽ ഒരു മാക്സിമം ഒരു ആക്ച്വലി പെട്ട് നിൽക്കുവാണ്. കുറേ നേരമായി. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്ററൂടെ പോയാൽ ചാർജിങ് സെൻ്റർ ഉണ്ട്. പക്ഷേ 0 ആണ് കിടക്കുന്നത്. ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ അവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. RSA വിളിച്ചിട്ടുണ്ട്. പക്ഷേ RSA വിളിച്ചാലും അവരെപ്പോഴത്തേക്കും വരും. അല്ല, ഇവിടെ ഫോണിൻ്റെ അകത്ത് റേഞ്ചും ഇല്ല. അതാണ് രസം. ഞങ്ങളുടെ 2 പറഞ്ഞ ഫോണിൻ്റെ അകത്ത് ഒരു ശകലം റേഞ്ചില്ല. ഇവിടെ പെട്ടിരിക്കുക. എന്തെങ്കിലും മാർഗം വരും. ഇതൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടി കൊണ്ട് വരുമ്പോൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ലാസ്റ്റിലെ പെട്ടിവണ്ടി ചേട്ടൻ നമ്മളെ അവിടെ നിന്ന് വേറൊരു ലോറിക്കാരൻ ചേട്ടനോടെ കയറി വണ്ടി പൊക്കി പെട്ടിവണ്ടിക്കകത്ത് കയറ്റി. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ സ്ഥലം, കുട്ടിക്കാനം ഓപ്പൺ കിച്ചൺ. അവിടെ ചാർജിങ് സെൻ്ററിലുണ്ട്. അവിടെ 2.5 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷേ ആ ചേട്ടൻ പൈസ ചോദിച്ചില്ല. പക്ഷെ നമ്മൾ 300 രൂപ കൊടുത്തു. നമ്മൾ ഇത്ര ഹെൽപ്പ് ചെയ്തതല്ലേ. അത് കൂടുതലാണോ കുറവാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ അത്ര ഉള്ളായിരുന്നു. ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു വണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ 100-300 രൂപ ആവും. നമ്മൾ ലാഭമാകുമെന്ന് എപ്പോഴും ഇലക്ട്രിക് വണ്ടി വിചാരിക്കില്ല. അതുകൊണ്ട് എനിക്ക് പൈസയുടെ കാര്യം പറഞ്ഞു. 300 രൂപ എടുത്തു. ഇവിടെ വന്ന് ഓപ്പൺ കിച്ചണിൽ 2-3 ചേട്ടന്മാരോട് സഹായിച്ച് വണ്ടി താഴെ ഇറക്കി കുത്തിയിട്ട് ഇനി അത് ഫുൾ ചാർജ് ആണെങ്കിൽ 2 മണിക്കൂറില്ല, എന്നാലും 1.5 മണിക്കൂർ കൊണ്ടേക്ക് എന്തായാലും എടുക്കും. എന്ന് വെച്ചാൽ 0യിൽ നിന്ന് ഇനി 80% ആണ്. നമ്മൾ മധുര പോകാൻ ഇറങ്ങിയതാണ്. മിക്കവാറും മധുര പോകുന്ന കാര്യം ഇങ്ങനെയാണെങ്കിൽ പ്രയാസം നോക്കണം. എന്ന് വെച്ചാൽ ഇത് ഫുള്ള് കയറ്റമാണ്. ഇനി അങ്ങോട്ട് കമ്പം തേനി എല്ലാം കയറ്റമാണ്. ഇനി ഇവിടുന്ന് കുട്ടിക്കാലത്തുനിന്ന് തേനിയാകുമല്ലോ, തേനിയിൽ നിന്ന് മധുര. ഇത് ഫുള്ള് കയറ്റമാണ്. ഒരു കയറ്റത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പം 90 കിലോമീറ്റർ കാണിക്കുമെങ്കിൽ ഞാൻ ആദ്യം ചാർജ് ചെയ്ത സെൻറ്ററിൽ നിന്ന് കുട്ടിക്കാനം വരെ 44 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ ഫുൾ ചാർജ് ചെയ്തപ്പോൾ എനിക്ക് 90 കിട്ടുമെന്ന് കാണിച്ചു. 90 പോയിട്ട് 44 പോലും കിട്ടിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നല്ല ഹൈറ്റ്, നല്ല കയറ്റം വരുമ്പം ചാർജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആകുന്നുണ്ട്. അതിന് എൻ്റെ വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണോ അതോ ഇനി പൊതുവെ എങ്ങനെയാണോ എന്ന് ഇനി അടുത്ത സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ ചോദിക്കണം. ഇനി ബാക്കി ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ചുരം കയറുന്നത്. അല്ലാതെ പോയി ചുരമൊക്കെ കയറിയിട്ടുണ്ട്, ചെറിയ ചുരങ്ങളൊക്കെ. പക്ഷേ ഇത് 44 കിലോമീറ്ററും കയറ്റം തന്നെയാണ്. നല്ല ഹൈ കയറ്റമാണ്. ഇനി അതുകൊണ്ടാണോ ഇത്രയും റേഞ്ച് ഡ്രോപ്പ് ഉണ്ടായേ എന്ന് എനിക്കറിയത്തില്ല. അതിപ്പോൾ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ ചോദിക്കണം ഇനി അതോ എൻ്റെ വണ്ടിയുടെ കുഴപ്പമാണോ. അന്നേരം അതുകൊണ്ട് ഇനിയിപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തേനിയാണ്. തേനി ഇവിടുന്ന് 110 കിലോമീറ്റർ ഉണ്ട്. 110 കിലോമീറ്ററിൽ ഇവിടുന്ന് 80% ചാർജ് ചെയ്ത് ചെല്ലാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് അടുത്ത ചാർജ് മോഡ് KCBയുടെ ഉണ്ടല്ലോ, അത് 22 കിലോമീറ്റർ കാണിക്കുന്നു. അവിടെ കുത്തിയിടുക, ഫുൾ ചാർജ് ആക്കുക, പിന്നെ പോകാൻ പറ്റുമെങ്കിൽ പോവാം, അല്ലെങ്കിൽ തിരിച്ച് നേരെ വീട്ടിൽ പോവാം. അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ല ഇനിയും പെട്ടിവണ്ടിയെ കയറ്റാൻ വയ്യ. നേരെ ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ തേക്കടി വരെ എത്തി. ഇനി ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? മധുര എത്ര കിലോമീറ്റർ ഉണ്ട്? മധുര 140 കിലോമീറ്റർ ഇനിയുണ്ട്. എന്താണേലും KCBയുടെ ഒരു 3 പിൻ ചാർജിങ് സോക്കറ്റ് കിട്ടി. പക്ഷേ അത്
ഇതൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക് കൊണ്ട് ഇറങ്ങുമ്പം പെടുന്ന ഒരവസ്ഥ വരുന്നത്. പക്ഷേ അതിന് ഫുൾ ചാർജ് 80% ആണെങ്കിൽ 10 മണിയെങ്കിലും ആവും. 100% ആണെങ്കിൽ 10 മണി. അത് നമുക്ക് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ചാർജിങ് സെൻറ്ററിൽ എത്ര കിലോമീറ്റർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് ഇറങ്ങുക ചെയ്യുന്നത്. നല്ല മഴക്കോളുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇതൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ മണ്ടയ്ക്ക് ഒരു വെട്ടം പോലുമില്ല. ഈ ഏരിയ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അങ്ങ് ഒരു വെട്ടം പോലുമില്ല. ഇവിടാണ് ചാർജിങ് സെൻറ്റർ. ഞാനും അവളോട് ഇവിടെ നിൽക്കുകയാണ്. അതിനങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും അതല്ല, നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഒരാൾ, ഇപ്പോൾ ആണുങ്ങൾ പോട്ടെ, പെണ്ണുങ്ങളൊക്കെ ഒരൊറ്റയ്ക്കൊന്ന് ട്രാവൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ആണെന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്താണേലും ഇത് കിട്ടി. ഇനി ഇവിടുന്ന് ഒരു 140 കിലോമീറ്റർ കാണിക്കുന്നത്. തേനിയിലൊരു ഏതൻ്റെ ഗ്രിഡുണ്ട്. അതിനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കണം. ഇനി തേനിയിൽ ഇവിടുന്ന് 63 കിലോമീറ്റർ ഉണ്ട് അടുത്ത ഗ്രിഡ്. അന്നേരം നമുക്ക് ഇതിപ്പം 47 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അത് സിപ്പിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിൽ ഈ സിപ്പിൽ ഒരു 60 കിലോമീറ്ററെങ്കിലും 65 കിലോമീറ്റർ കിട്ടുമെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യത്തുള്ളൂ. എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറല്ല, 1 മണിക്കൂറെങ്കിലും എടുക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8:30 തൊട്ട് ഒരു 9 മണി ആവും ഇവിടുന്ന് ഇനിയും പോകാൻ. എന്തായാലും അങ്ങനെ പോയാലേ നടക്കത്തുള്ളൂ. എന്തായാലും ഇവിടെ നിൽക്കുക. ഓക്കെ, ബാക്കി വീഡിയോ ഇടാം. നല്ല കാറ്റുണ്ട് ഇവിടെ.